ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു അൺബോക്സിങ് വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. ഈ ഒരു പ്രോഡക്റ്റാണ് ഞാൻ അൺബോക്സിങ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു പ്രോഡക്റ്റിൻ്റെ പേര് തന്നെ ബാർകോഡ് പ്രിൻ്ററാണ്. ഞാനിത് മേടിക്കാനുള്ള കാരണം, ഞാനൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. അതായത് ഓൺലൈനായിട്ട് നമുക്ക് ഡൈകാസ്റ്റ് കാറും അതുപോലെ RC കാറും അങ്ങനെയുള്ള ടോയ്സും കാര്യങ്ങളും ഞാൻ സെല്ല് ചെയ്യാനുള്ള ഒരു വെബ്സൈറ്റ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു പ്രൊഡക്റ്റ് ഞാൻ മേടിക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ, നമ്മൾ ഒരു പ്രൊഡക്റ്റ് കസ്റ്റമറിന് കൊടുക്കുന്ന സമയത്ത്, ഫോർ എക്സാമ്പിൾ RC കാറാണെങ്കിലും ടോയ്സ് ആണെങ്കിലും ഡൈകാസ്റ്റ് മോഡൽ ഏത് കാറാണെങ്കിലും നമ്മൾ കൊടുക്കുന്ന സമയത്ത് നമുക്ക് നല്ലൊരു പാക്കേജിങ് ചെയ്തിട്ട് ഒരു ബാർകോഡ്, അതായത് നമ്മളെ കസ്റ്റമറിൻ്റെ പേരും അഡ്രസ്സും കാര്യങ്ങളും നമ്മൾ അത് ഒട്ടിച്ചിട്ടാണ് കൊടുക്കുന്നത്. അതായത് ഈ ഒരു ബാർകോഡ് പ്രിൻ്ററിലൂടെ നമുക്ക് പ്രിൻ്റ് ചെയ്യുന്ന പേപ്പർ തന്നെ തെർമൽ പ്രിൻ്റ് പേപ്പറാണ്. അതുപോലെ നമുക്ക് അതിൽ സ്റ്റിക്കറായിട്ടാണ് വരുന്നത്. അപ്പോൾ നമുക്കത് കീറിയിട്ട് നമുക്ക് സ്റ്റിക്കറായിട്ട് ഒട്ടിച്ചിട്ട് നമ്മളുടെ പാക്കേജ് ഭദ്രമായിട്ട് അവരുടെ വീട്ടിലേക്ക് കൊറിയർ ചെയ്ത് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു രീതിയിലാണ് ഞാൻ ഈ ഒരു പ്രിൻ്റർ മേടിച്ചത് തന്നെ. സോ ഇതാണ് ആ ബോക്സ്. ഓക്കെ, ഈ ഒരു ബോക്സാണ് ഞാൻ ഇന്ന് അൺബോക്സിങ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഒരു ബാർകോഡ് തന്നെ ഇവിടെ ഉണ്ട്. സോ ഇതൊരു സിമ്പിൾ ബാർകോഡാണ്, എന്നാലും നമ്മൾ കസ്റ്റമറിൻ്റെ പേരും അഡ്രസ്സും കാര്യങ്ങളും നമ്മൾ അതിൽ ഒട്ടിച്ചിട്ടാണ് ഇതുപോലെ ഒട്ടിച്ചിട്ടാണ് കൊടുക്കുന്നത്. ഓക്കെ, സോ ഇതാണ് ഈ ഒരു പ്രൊഡക്റ്റ്. ഞാൻ ഇത് ഓപ്പൺ ചെയ്തിട്ട് ഇതിനകത്ത് എന്തൊക്കെ വരുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ ഞാൻ പറയാം. ഓക്കെ, ഇത് ജസ്റ്റ് ഒരു അൺബോക്സിംഗ് ആണ്. ഇത് യൂസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളും ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് റിവ്യൂ ഞാൻ എന്തായാലും ഫ്യൂച്ചറിൽ, അതായത് 1 മന്ത് കഴിഞ്ഞതിന് ശേഷം ചെയ്യാം. ഇത് ഞാൻ എവിടെ നിന്ന് പർച്ചേസ് ചെയ്തതെന്ന് വെച്ചാൽ ആമസോണിൽ നിന്നാണ്. ഇതൊരു നല്ലൊരു പ്രൈസിനാണ് മേടിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റിട്ടേൺ ചെയ്യാനുള്ള ഓപ്ഷനും കൂടി അതിലുണ്ട്. പക്ഷേ ഇപ്പോൾ ഉണ്ടെന്നറിയില്ല. ഞാൻ എടുത്ത സമയത്തുണ്ടായിരുന്നു. അപ്പോൾ 10 ഡേയ്സ് റിട്ടേൺ ടൈം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ സമയത്ത് ഇത് ടെസ്റ്റ് ചെയ്യാനും എനിക്ക് പറ്റിയില്ല. കാരണം ഇത് മേടിച്ചിട്ട് എൻ്റെ വീട്ടിൽ അങ്ങനെ തന്നെ ഞാൻ വെച്ചു. അപ്പോൾ ഇത് ഇന്ന് അൺബോക്സിങ് ചെയ്തിട്ട് ഇത് എങ്ങനെയുണ്ടെന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഓക്കെ, ഞാനപ്പോൾ അൺബോക്സിങ് ചെയ്യുന്ന ഗൈസ്. ബോക്സ് ഓപ്പൺ ചെയ്തു. അപ്പോൾ ബോക്സ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് എനിക്ക് കിട്ടിയ ഒരു മാനുവൽ ഗൈഡാണ്. സോ ഇതിൽ മാനുവൽ ഗൈഡ് എന്ന് വെച്ചാൽ നമുക്ക് ഇൻസ്ട്രക്ഷൻ കാര്യങ്ങൾ ഇതിലുണ്ട് ഗൈസ്. ഓക്കെ, ഇതെങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ. പിന്നെ എനിക്കിതിൽ കണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, എനിക്ക് തോന്നുന്നു ഇത് പെൻഡ്രൈവ് പോലെ ഉണ്ട്. അപ്പോൾ എന്തെന്നറിയില്ല, ഒരു പെൻഡ്രൈവ് ഇതിലുണ്ട്. അതുപോലെ ഇതിൽ ഒരു സ്റ്റിക്കർ ഉണ്ട്. ഓക്കെ, ഇത് എക്സാമ്പിൾ ആയിരിക്കാം അവരുടെ. ഓക്കെ, അതുപോലെ നമുക്കിതിൽ ഒരു OTG കേബിൾ ഉണ്ട് ഗൈസ്, OTG കേബിൾ. പിന്നെ വരുന്നത് ഒരു യൂസർ മാനുവലാണ്. കുറച്ച് സാമ്പിൾ തെർമൽ പേപ്പർ ഇതിലുണ്ട്. ഇതാണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന പ്രിൻ്ററിൽ യൂസ് ചെയ്യാൻ പോകുന്ന സാമ്പിൾ തെർമൽ പേപ്പർ. അതുപോലെ ഇൻസ്റ്റാളേഷൻ ഗൈഡ് ഉണ്ട്, നമുക്ക് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാമെന്നുള്ള കാര്യങ്ങളായിരിക്കാം. ഓക്കെ, സോ ഇതൊക്കെ ഞങ്ങൾ മാറ്റി വെക്കാം. മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് ആദ്യം കാണുന്ന അത് പ്രൊഡക്റ്റ് തന്നെയാണ്. സോ ഇതാണ് ആ ഒരു പ്രിൻ്റർ. ഞാനിത് ഓപ്പൺ ചെയ്യാം. ഓക്കെ, ഇതാണ് ആ പ്രിൻ്റർ ഗൈസ്. ഓക്കെ, ഇത് മാറ്റി വെച്ചിട്ട് നമുക്ക് എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. ഓക്കെ, കേബിൾ കാര്യങ്ങളുണ്ട്. ഇത് കണക്ട് ചെയ്യാനായിരിക്കാം, നമുക്ക് കേബിൾ തന്നിട്ടുണ്ട്. അതുപോലെ വേറൊരു കേബിളും കൂടി ഉണ്ട്, USB. പിന്നെ ഈ ഒരു അഡാപ്റ്ററിന് കണക്ട് ചെയ്യാനുള്ള മറ്റൊരു കോഡാണിത്. സോ ഇതും കൂടി ഇതിൽ വന്നിട്ടുണ്ട്. സോ ഇത്രയുള്ള ഗൈസ്, നമുക്ക് ഈ കിട്ടിയിരിക്കുന്ന കേബിൾ കാര്യങ്ങൾ ഇതാണ്. സോ അതുപോലെ പ്രൊഡക്റ്റ് ഇതാണ്. ഓക്കെ, ഞാൻ ഈ പ്രൊഡക്റ്റിൻ്റെ സ്റ്റിക്കർ ഒന്ന് പീൽ ഓഫ് ചെയ്യാം. സോ പ്രൊഡക്റ്റിൻ്റെ സ്റ്റിക്കർ പീൽ ഓഫ് ചെയ്തു. അതുപോലെ ഇവിടെ ഒരു സംഭവങ്ങളുണ്ട്, അവരുടെ വാട്സപ്പ്. ഇൻ കേസ് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഇത് ശരിക്കും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ നമുക്ക് അവരെ കോൺടാക്റ്റ് ചെയ്തിട്ട് അവർ വീഡിയോ അയച്ചു തരും.
അതുപോലെ ഓൾറെഡി ഇതിൽ വീഡിയോ ട്യൂട്ടോറിയലിൻ്റെ ഒരു ബാർകോഡ് ഇവിടെ ഉണ്ട്, അതുപോലെ വാട്സപ്പിൻ്റെ ബാർകോഡ് ഇവിടെ ഉണ്ട്. ഓക്കെ, നിങ്ങൾക്ക് കാണാൻ പറ്റും, രണ്ടും ഇവിടെ ഉണ്ട്. ഓക്കെ, സോ ഇവിടെ പവർ ഓൺ ഉണ്ട്, പവർ ഓൺ ബട്ടൺ ഇവിടെയാണ്. അതുപോലെ നമുക്ക് കണക്ട് ചെയ്യാനുള്ള പോർട്ട് ഇവിടെയുണ്ട്, കണക്ട് ചെയ്യാനുള്ള പോർട്ട് ഇവിടെയാണ് വരുന്നത്. സോ നമുക്കിത് ടെസ്റ്റ് ചെയ്യാം ഗൈസ്. ആദ്യം നമുക്ക് ഈ ഒരു പവർ അഡാപ്റ്റർ കണക്ട് ചെയ്യാം ഗൈസ്. അതിനായിട്ട് നമ്മൾ ഈ ഒരു പവർ കോഡ് ഉണ്ടല്ലോ, ഇത് ഇതിലേക്ക് കണക്ട് ചെയ്യണം. സോ ജസ്റ്റ് നോക്കിയിട്ട് കണക്ട് ചെയ്യാം. ഓക്കെ, അത് ഞാൻ കണക്ട് ചെയ്തു. അപ്പോൾ ഈ ഒരു പവർ കോഡ് നമ്മൾ കണക്ട് ചെയ്യണം. ഇതാണ് ആ ഒരു പവർ കോഡ്, നമ്മളിത് കണക്ട് ചെയ്യണം. ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം. ഓക്കെ, കണക്ട് ചെയ്തു ഗൈസ്. ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് പ്ലഗിലേക്ക് ഇട്ടതിന് ശേഷം നമുക്ക് ഈ ഒരു USB കേബിളും കൂടി കണക്ട് ചെയ്യണം. ഈ ഒരു USB കേബിൾ ഞാൻ കണക്ട് ചെയ്യുന്നു, അതിലേക്ക് കണക്ട് ചെയ്തു. ഇത് എനിക്ക് തോന്നുന്നു PC-യിലേക്ക് കണക്ട് ചെയ്യണം എന്നുള്ളത്. സോ ഞാൻ PC-യിലേക്ക് കണക്ട് ചെയ്യാം. നമ്മൾ ഇതിൽ തന്നിരിക്കുന്ന അതായത് USB ഡ്രൈവില്ലേ, അതായത് പെൻ ഡ്രൈവ്, നമ്മളത് ആദ്യം നമ്മളുടെ കമ്പ്യൂട്ടറിലേക്ക് കണക്ട് ചെയ്തിട്ട് ഇതിൽ വന്നിരിക്കുന്ന സോഫ്റ്റ്വെയർ ഡ്രൈവേഴ്സ് കാര്യങ്ങൾ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യണം. ഓക്കെ, ഞാനത് ചെയ്യുന്നുണ്ട്. അവർ തന്നിരിക്കുന്ന സാമ്പിൾ പേപ്പറാണിത്. നമുക്കിത് ലോഡ് ചെയ്യാം. ഇത് ലോഡ് ചെയ്യാനായിട്ട് നമുക്ക് ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്, ഇത് ക്ലിക്ക് ചെയ്യണം. സോ ക്ലിക്ക് ചെയ്താൽ നമുക്കിതിങ്ങനെ ഓപ്പൺ ചെയ്യാൻ പറ്റും. സോ അതുപോലെ ഈ ഒരു അഡ്ജസ്റ്റർ നമുക്ക് പേപ്പറിൻ്റെ സൈസിലേക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കണം. സോ അത് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പേപ്പർ ലോഡ് ചെയ്യണം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ സൈഡിൽ നിന്നാണ് നമ്മൾ ലോഡ് ചെയ്യേണ്ടത്. സോ ഞാൻ ലോഡ് ചെയ്യാം. നമ്മൾ ഇതിൻ്റെ അകത്തൂടെയാണ് ലോഡ് ചെയ്യേണ്ടത്. സോ എന്നാലും ഞാനിത് ക്ലോസ് ചെയ്യുന്നുണ്ട്. ക്ലോസ് ചെയ്തു. സക്സസീവ് ആണെന്നറിയില്ല, എന്നാലും നമുക്ക് ആദ്യത്തെ പ്രിൻറ്റിങ് ചെയ്ത് നോക്കാം. സോ അതിനായിട്ട് ഞാൻ പ്രിൻറ്റ് ടെസ്റ്റ് പേജ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. സോ ക്ലിക്ക് ചെയ്ത പാടെ തന്നെ നമുക്കിവിടെ കാണാം, പെട്ടെന്നാണ്, ഭയങ്കര സ്പീഡിലാണ് ഈ ഒരു പേജ് പ്രിൻറ്റ് ചെയ്തത് ഞാൻ കാണിക്കാം നിങ്ങൾക്ക്. സോ ഭയങ്കര സ്പീഡിലാണ് പ്രിൻറ്റ് ചെയ്തത്, ഒരു സമയം എടുത്തിട്ടില്ല. ഓക്കെ, ഇതുപോലെ പ്രിൻറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. ഞാൻ ഒന്നും കൂടി ഇവർ തന്നെ ഒരു ടെംപ്ലേറ്റ് ലേബിൾ തന്നിട്ടുണ്ട്. സോ ഞാൻ അത് ക്ലിക്ക് ചെയ്യും. ഓക്കെ, ക്ലിക്ക് ചെയ്തു ഗൈസ്, നിങ്ങൾക്ക് നോക്കാം. ഭയങ്കര സ്പീഡാണ് ഗൈസ്, ഭയങ്കര സ്പീഡ്. ഞാനിത് നോക്കാം. ഇതാണ് ഈ ഒരു ടെംപ്ലേറ്റ് നമുക്കിപ്പോൾ പ്രിൻറ്റ് ചെയ്ത് തന്നിരിക്കുന്ന ടെംപ്ലേറ്റ്സ്. അടിപൊളിയാണ് ഗൈസ്, ഇത് അടിപൊളിയാണ് ഗൈസ്, എനിക്കിഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് അറിയില്ല, എനിക്കിഷ്ടപ്പെട്ടു ഗൈസ്. നമുക്ക് ഇപ്പോൾ ഈ ഒരു പേപ്പറിനെ നമുക്ക് പീൽ ഓഫ്, അതായത് സ്റ്റിക്കറായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് നമ്മളുടെ ബോക്സിൽ ഇത് ഒട്ടിക്കാം. സോ അതിനായിട്ട് ഞാൻ ഈ ഒരു ബോക്സ് തന്നെ ചൂസ് ചെയ്യാം. ഓക്കെ, ഇത് സാമ്പിളാണ്, ജസ്റ്റ് ഒന്ന് കാണിക്കാം. ഞാനുണ്ട്, അടിപൊളിയല്ലേ? ഇങ്ങനെയാണ് നമ്മൾ പ്രൊഡക്റ്റ് ഈ ഒരു പ്രിൻ്ററിന് സഹായത്തോടു കൂടി നമ്മൾ അയച്ചു കൊടുക്കുന്നത് ഗൈസ്. ഇത് ഞങ്ങളുടെ ആദ്യത്തെ പാക്കേജാണ്. ഞങ്ങൾ ഇങ്ങനെ ഒരു പ്രിൻറ്റിങ്, അതായത് ഇങ്ങനെ ഒരു പ്രിൻറ്റിങ് മെഷീൻ എടുത്തിട്ട് ചെയ്തിട്ട് അയക്കുന്നത്. ഓക്കെ, ഇത് നാളെ പാർസൽ ചെയ്യാനുള്ള RC കാറാണ്. ഇതൊരു വലിയ RC കാറാണ്. അതുപോലെ ഇത് ഒരു 4x4 ഓഫ് റോഡ് RC കാറാണ്. നിങ്ങൾക്ക് RC കാറിൻ്റെ വിശേഷങ്ങൾ ഞങ്ങളെന്തായാലും അടുത്ത ഒരു വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. കാരണം അതിൻ്റെ ലോഞ്ച് നടന്നിട്ടില്ല, അതായത് വെബ്സൈറ്റ് ലോഞ്ച് ആയിട്ടില്ല. അപ്പോൾ വെബ്സൈറ്റ് ലോഞ്ച് ആയാൽ അതുപോലെ നമ്മൾ വാട്സാപ്പിലൂടെയും ഇൻസ്റ്റാഗ്രാം പേജിലൂടെയും നമ്മൾ ഓർഡർ എടുക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് ആ ഒരു കാര്യങ്ങൾ പറയുന്നതായിരിക്കും. അപ്പോൾ അതുവരേക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾ ഒരു RC ഫാൻ ആണെങ്കിൽ നിങ്ങൾ എന്തായാലും അടുത്ത വീഡിയോയിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. ഓക്കെ, അതുവരേക്കും ഗുഡ് ബൈ.